അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഹോം ടൂറിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. എല്ലാവരും കമൻറ്റിലൊക്കെ ചോദിച്ചായിരുന്നു ഹോം ടൂർ ചെയ്യുമോ ചേച്ചി എന്നൊക്കെ. അപ്പോൾ എല്ലാവരുടെയും ചെയ്യുന്ന പോലെ ഞാൻ ഹോം ടൂർ ചെയ്യാനാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. അപ്പോൾ എൻ്റെ വീടും പരിസരവും വീട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാനാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. ഈ കുഞ്ഞു റോഡിലൂടെയുള്ള വഴിയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലേക്കുള്ള വഴി. അപ്പോൾ ഈ വഴി വന്നു കഴിഞ്ഞാൽ ഈ സ്റ്റെപ്പിലൂടെ കയറിയിട്ടാണ് കേട്ടോ വീട്ടിൽ കയറുക. ഇതാണ് കേട്ടോ ഞങ്ങളുടെ കുഞ്ഞു വീട്. ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് സിറ്റ് ഔട്ടാണ് കേട്ടോ. ഇരിക്കാനൊക്കെ തിണ്ണയൊക്കെ ഉണ്ട് കേട്ടോ സിറ്റ് ഔട്ടിൽ. അപ്പോൾ ഇനി ഹോളിലേക്ക് പോവാം. അപ്പോൾ ഇത് ഞങ്ങളുടെ ഹോളിലത്തെ വാതില്. പിന്നെ ഇവിടെ ദൈവത്തിൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ TV ആണ് കേട്ടോ. പിന്നെ ഇത് ഷോക്കേസ്. കുറച്ച് ട്രോഫികളൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടിയ ട്രോഫികളാണ് കേട്ടോ. പിന്നെ ഒരു ക്ലോക്കാണിത്. എനിക്ക് ഡാൻസ് കളിച്ചിട്ട് ഗിഫ്റ്റ് കിട്ടിയ ക്ലോക്കാണ് കേട്ടോ. പിന്നെ ഇത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോയാണ്. പിന്നെ ഫ്ലവേഴ്സൊക്കെ വെക്കാറുണ്ട് കേട്ടോ ഷോക്കേസിൽ. പിന്നെ ഇത് ഗുരുവായൂരപ്പൻ്റെ ചിത്രമാണ്. പിന്നെ ചേച്ചിയുടെ കുഞ്ഞിലെ ഫോട്ടോയാണ്. പിന്നെ ഒരു സൈക്കിളൊക്കെ ഉണ്ട്. അതുപോലെ അടുത്തുള്ള സിസ്റ്റർമാർ തന്ന ഒരു യേശുവിൻ്റെ ചിത്രമാണത്. അതുപോലെ കുറേ ട്രോഫികൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ ഒരു ഗിറ്റാറാണിത്. ആ ഗിറ്റാർ എനിക്ക് എൻ്റെ വലിച്ചൻ വാങ്ങി തന്നതാണ്. അതുപോലെ ആ കീ ചെയിനും എനിക്ക് ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സൊക്കെ വാങ്ങി തരുന്നതാണ് കേട്ടോ. ഇനി ഹാളിൽ നിന്ന് നേരെ നമുക്ക് റൂമിലേക്ക് പോവാം. ഇത് എൻ്റെ റൂമാണ് കേട്ടോ. ആദ്യം തന്നെ ഇത് എൻ്റെ റൂമാണ്. പിന്നെ ഇത് അമ്മ തുന്നാണ് ഒരു മെഷീനാണ് കേട്ടോ. അമ്മ ഇവിടെ അടുത്തുള്ള വീടുകളിലേക്കൊക്കെ തുന്നി കൊടുക്കാറുമുണ്ട് കേട്ടോ. പിന്നെ ഇത് എൻ്റെ റൂമിലെ അലമാറയാണ്. ബുക്കൊക്കെ ഞാൻ അടുക്കി വെക്കുന്ന അലമാറയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കളിക്കുന്ന ഷട്ടിൽ ബാറ്റൊക്കെ ഉണ്ട്. ഇതെൻ്റെ ഒന്നിലത്തെ കൊടയാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത്. സ്കൂളിലത്തെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വാങ്ങിയൊരു കൊട്ടയൊക്കെയാണ് കേട്ടോ ഇവിടെ ഞാൻ വെച്ചേക്കുന്നത്. ഇതെൻ്റെ ഒന്നിലെ കൊടയാണ് കേട്ടോ. ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടോ? ഇതെൻ്റെ ഒന്നിലത്തെ കൊടയാണ് കേട്ടോ. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കളിക്കാറുള്ള ഒരു ഷട്ടിൽ ബാറ്റാണ് കേട്ടോ. ഞങ്ങൾ മുറ്റത്തൊക്കെ വെച്ച് കളിക്കാറുണ്ട്. ഇത് വേറൊരു റൂമാണ് കേട്ടോ. ഈ റൂമിൽ ഇത് ഞങ്ങളുടെ അടുക്കളയാണ് കേട്ടോ. ഇവിടെ അടിയിൽ ഡോറൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് അടുപ്പാണ്. പിന്നെ ഇത് ഫ്രിഡ്ജ്. ഇത് ഞങ്ങളുടെ സ്റ്റോർ റൂമാണ്. ഊണ് കഴിക്കാനൊക്കെ ഇവിടെയാണ് കേട്ടോ ഇരിക്കാറ്. ഊണുമേശയൊക്കെ ഇവിടെ ഇട്ടേക്കുന്നത്. പിന്നെ ഒരു സ്റ്റാൻഡാണ്. അതിൽ പാത്രങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങൾ എടുത്തു വെക്കാറ്. പോവാം. ഇത് ഞങ്ങളുടെ അലക്കണ ഏരിയ ആണ് കേട്ടോ. അലക്കണ തുണിയൊക്കെ വിരിച്ചിടുന്ന ഭാഗമാണ്. ഇത് ഞങ്ങളുടെ കോണിയാണ്. ഇത് കൂടെ ഉണ്ട് ഞങ്ങൾ മുകളിലേക്ക് കയറാറ്. മഴ പെയ്തിട്ട് ഇത്തിരി വഴുക്കലൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചേച്ചിക്ക് വാങ്ങിക്കൊടുത്തൊരു സൈക്കിളാണ്. എനിക്ക് ഓടിക്കാൻ പേടിയായതുകൊണ്ട് ഇവിടെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ. ചേച്ചി പഠിക്കാൻ പോയതുകൊണ്ട്. ഇതെൻ്റെ വീട്ടിലെ ചെണ്ടുമല്ലിയും തുളസിയൊക്കെയാണ് കേട്ടോ. പിന്നെ കുറച്ച് റോസാ ചെടികളും ഉണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെ സൂര്യകാന്തിയാണ് കേട്ടോ. ചുവപ്പ് കളറ്. ഇതൊക്കെ അമ്മയുടെ പരിപാടികളാണ്. ഇതൊക്കെ അമ്മയാണ് കേട്ടോ നോക്കാറ്. കുറേ റോസാപ്പൂക്കളൊക്കെ ഉണ്ടാവും. പിങ്കും ഡാർക്ക് റെഡും റോസും ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ ഇവിടെ. ഇത് അതുപോലെ തന്നെ അമ്മയ്ക്ക് ഏറെ ഇഷ്ടപ്പെട്ട കറ്റാർവാഴയാണ് കേട്ടോ. അമ്മ ഞങ്ങളുടെ മുടിയിലൊക്കെ മുഖത്തൊക്കെ തേക്കാൻ വേണ്ടി വളർത്തുന്നതാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിലെ ചേഞ്ച് റോസാണ്. അതുപോലെ ഒരു ചെമ്പരത്തി ഉണ്ട്. പിന്നെ കുറച്ച് റോസാ ചെടികളുണ്ട്. അതുപോലെ മുല്ലച്ചെടിയൊക്കെ ഉണ്ട്. മുല്ലപ്പൂവൊക്കെ വിരിയാറുണ്ട് കേട്ടോ.
അമ്മയുടെ കൃഷി കാണിച്ചു തരാം. ഇത് അമ്മയുടെ ഒരു വെണ്ടക്കായാണ് കേട്ടോ. വെണ്ടക്കായ ഉണ്ട്, കുറച്ച് ചേമ്പൊക്കെ ഉണ്ട് കേട്ടോ, നിറച്ച് ചേമ്പൊക്കെ ഉണ്ട്. അതുപോലെ ചേനയുണ്ട് കേട്ടോ. വീട്ടിലെ ഒരു മുരിങ്ങയാണ് കേട്ടോ. വീട്ടിൽ ഉള്ള ഒരു മുരിങ്ങ മരമാണ്. മുരിങ്ങക്കായൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ വീട്ടിൽ കുമ്പളങ്ങ പടർത്തിയതാണ് കേട്ടോ. കുമ്പളങ്ങ. ഇത് ഞങ്ങളുടെ വീട്ടിലെ കോഴിക്കോടാണ്. കുറച്ച് കോഴികളേ ഉള്ളൂ. ആദ്യം തോനെ കോഴികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കോഴീനെ തുറന്നു വിട്ടിട്ടുണ്ട്. അതുപോലെ ഇവിടെ പപ്പായൊക്കെ ഉണ്ട് കേട്ടോ. ചേമ്പ് ഇഷ്ടം പോലെ ഉണ്ട്. ചേമ്പ്, ചേന, മഞ്ഞൾ അതൊക്കെ നടാറുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ചക്കയാണ് കേട്ടോ. എനിക്കിടാൻ പാകത്തിനൊരു ചെറിയ ചക്കയാണ് കേട്ടോ. ഇതതുപോലെ എൻ്റെ വീട്ടിലെ മഞ്ഞളാണ് കേട്ടോ. ഇതതുപോലെ കസ്തൂരി മഞ്ഞളാണ് കേട്ടോ. മുഖത്തൊക്കെ ഇടാൻ നല്ലതാണ്. അതുപോലെ ഇവിടെ ഒരു കറിവേപ്പുമരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കൃഷി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചേമ്പ്, ചേന, വെണ്ട എല്ലാതര കൃഷിയുണ്ട്. കുമ്പളങ്ങ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാതര കൃഷിയാണ് കേട്ടോ ഇത്. എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ റോസാ ചെടി തോനെ ഉണ്ട് കേട്ടോ. അപ്പോൾ റോസാ ചെടികളൊക്കെ തോനെയുണ്ട്. റോസാപ്പൂ തോനെ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറേ കൃഷികളൊക്കെ ഉണ്ട്. അതുപോലെ റോസാ ചെടി, വാടാമല്ലി, ചെണ്ടുമല്ലി എല്ലാ തര ചെടികളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അമ്മയുടെ പ്രത്യേക തര കൃഷികളാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. അപ്പോൾ എൻ്റെ ഹോം ടൂർ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.